ആൾക്കാർ ഒരുപാട് മാസം അങ്ങനത്തെ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടായിരിക്കാം. പക്ഷേ സിനിമ ഒരു ക്ലാസിക് മൂവിയാണ്. ഫോറൻസിക്കിന് അത്ര കൊള്ളൂല. ഏറമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ ഓടി 1 മാർക്കും ആയിരിക്കും. അവസാനം 40 മിനിറ്റ് ടോവിന് ഇവിടെ ലുലുമോൾ പ്രൊമോഷൻ ഒന്നും പറയുന്നത് നല്ല അഭിനയമാണ്, നല്ല ഇഷ്ടപ്പെട്ടു. ടെക്നിക്കലി ബ്രില്യൻ്റ് ആണ് സിനിമ. റൈറ്റിംഗ് ഒക്കെ കൊള്ളായിരുന്നു, ഫോറൻസിക്കിനെക്കാട്ടി കൊള്ളാം. കുഴപ്പമില്ല, നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ആവറേജ് ആയിട്ട് എനിക്ക് തോന്നിയത് നല്ല പടമായിരുന്നു. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ തന്നെയാണ്. നല്ല മൂവി. പടം കൊള്ളായിരുന്നു. നല്ല ത്രില്ലർ സ്വഭാവമുള്ള സിനിമയാണ്. ടൊവിനോ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഡയലോഗ് ഡെലിവറി ആയാലും ആക്ടിങ് ആയാലും നൈസായിരുന്നു. ഐഡൻറ്റിറ്റികളെ പറ്റി സംസാരിക്കുന്ന സിനിമയാണ്. പക്ഷേ എനിക്ക് നല്ല കണക്റ്റായി. എനിക്ക് തോന്നുന്നു ആൾക്കാർ ഒരുപാട് മാസം അങ്ങനത്തെ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടായിരിക്കാം. പക്ഷേ സിനിമ ഒരു ക്ലാസിക് മൂവിയാണ്. കൊള്ളായിരുന്നു, കുഴപ്പമില്ല. ഫോറൻസിക്കിന് അത്ര ഇല്ലെങ്കിലും ഇത് കൊള്ളാം. പടം ഫോറൻസിക്കിന് അത്ര കൊള്ളൂല. ഐഡൻറ്റിറ്റി ഒരു ടെക്നിക്കലി ഒരു മാസ്റ്റർ പീസ് എന്ന് തന്നെ പറയാം. ഫൈറ്റ് കൊറിയോഗ്രാഫിയും DOP ഒക്കെ ആക്ച്വലി ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ലൊരു ഇതായിട്ട് തന്നെ തോന്നി. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നമായിട്ട് തോന്നിയപ്പോഴും ആ ഒരു 2003 കാണുന്ന ഹോളിവുഡ് പടങ്ങളുടെ ആ ഒരു ത്രെഡ് തന്നെയാണ്. നമുക്ക് അതൊരു ഇൻ്റർവെൽ കഴിയുന്നവരെയൊക്കെ പക്ക ക്ലീശയായിട്ട് തോന്നും. ലാസ്റ്റ് വരുന്ന ഫൈറ്റും അങ്ങനത്തെ സംഭവങ്ങൾ ക്ലൈമാക്സിലോട്ട് എത്തുമ്പോഴത്തേക്ക് നമ്മൾ മുമ്പ് കണ്ട് പരിചയിച്ച ഒരു സംഭവം തന്നെയാണ്. പ്രത്യേകിച്ച് പുതിയതായിട്ടൊന്നുമില്ല ഹോളിവുഡ് ലെവലിൽ. പക്ഷേ നമ്മുടെ മോളിവുഡ് ആ ഒരു ലെവലിലേക്ക് എത്തി എന്നുള്ളത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. എന്തായാലും വർത്ത് വാച്ചാണ്. നമുക്കൊരു ടിക്കറ്റ് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ ബോറടിപ്പിക്കാത്ത എൻ്റർടൈനിങ് പടമാണ്. എബവ് ആവറേജ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഹൈ മൊമെൻറ്റ്സ് പടത്തിൽ കുറവാണ്. ഈ മാത്രം വെറൈറ്റി ഇത് പടത്തിലുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. മേക്കിംഗ് വൈസ് പടം ഗംഭീരമാണ്. ടെക്നിക്കൽ പരിപാടികളെല്ലാം അടിപൊളിയാണ്, ടോപ്പ് നോച്ചാണ്. പക്ഷേ നമുക്ക് ആ ഒരു ത്രില്ലിംഗ് മൊമെൻറ്റ്സോ ഒരു ഹൈ പോയിൻറ്റ്സോ ഒന്നും ഫീൽ ചെയ്തില്ല. തിയേറ്ററിലും ഫസ്റ്റ് ദിവസം കണ്ടതാണ്. പക്ഷേ ഒരു ക്ലാപ്പോ അല്ലെങ്കിൽ പടം തീരുമ്പോഴൊന്നുള്ളൊരു ആരവം ഒന്ന് മൊത്തത്തിൽ ഒരു സൈലൻ്റ് ആയിരുന്നു. എല്ലാം ഓക്കെ ആ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം എൻ്റെ ഇഷ്ടമായിരിക്കില്ല ബാക്കിയുള്ളവർക്ക്. അടിപൊളി സിനിമ, നല്ല സിനിമ, കണ്ടോണ്ടിരിക്കാം. വലിയ കുഴപ്പമൊന്നുമില്ല. അവനൊരു ഭയങ്കര സൈലൻറ്റ് ക്യാരക്ടറാണ്. എല്ലാവരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. നമ്മളെ ഷമീദിലൊക്കെ സൂപ്പറായിരുന്നു. വേറൊരു ജേണർ പടമാണ്. ത്രില്ലർ വിത്ത് ആക്ഷൻ. ഒരു എന്ന് പറഞ്ഞാൽ കണക്റ്റ് ആവാത്തത് ഒരു ഫസ്റ്റ് ഭയങ്കര സൈലൻ്റ് ആയിട്ടാണ് പോകണം. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് നല്ല ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അടിപൊളി ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആ ട്വിസ്റ്റിന് വേണ്ടി വേണമെങ്കിൽ വന്ന് കാണാം. അടിപൊളിയാണ്. ടൊവിനോ സൂപ്പറാണ്. ത്രില്ലറായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഒരിക്കലും. ഇവിടെ ചിലർ ചോദിക്കാനായിട്ട് ARMമായിട്ട് ഭയങ്കര കമ്പാരിസൺ. ARMമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ ഓടി 1 മാർക്കും ആയിരിക്കും. ഓടി 5 ഓട്ടിക്കാൻ കൊള്ളാം. നല്ല സിനിമ, കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. ഒരിക്കൽ കാണാം. പടം സൂപ്പറായിരുന്നു കേട്ടോ. ആ ഫസ്റ്റ് ഹാഫിൽ ആ ട്വിസ്റ്റൊക്കെ സെക്കൻഡ് ഹാഫിൽ അവർ ഫിനിഷ് ചെയ്ത് ഇറക്കുന്നുണ്ട്. അപ്പോൾ ടൊവിനോൻ്റെ പിന്നെ എൻട്രിയൊക്കെ നല്ല മാസ് എൻട്രി ആയിരുന്നു. ഒരു 3-4 മാസ് ടൊവിനോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കിടില സിനിമ, സൂപ്പർ സിനിമ, ഞാൻ കാണാൻ റെക്കമെൻഡ് ചെയ്യുന്നു. പടം വൈസ് കൊള്ളാം ബ്രോ. ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണല്ലോ പറയുന്നത്. കുറേ ഉള്ളതുകൊണ്ട് നമുക്കിപ്പം എല്ലാ പടം ഏറ്റവും കൂടുതൽ ഇറങ്ങും മലയാളത്തിലും ഇതാണെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലും കാര്യങ്ങളാണ്. അവസാനം 40 മിനിറ്റ് ടോവിന് ഇവിടെ ലുലുമോൾ പ്രൊമോഷൻ ഒന്നും പറയുന്നത് ആ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ക്യാമറ വർക്കാണെങ്കിലും എടുത്തേക്കുന്ന ചെയ്യുകയാണെങ്കിൽ ഒരു സംഭവം പുള്ളിക്കൊരു ഇതുണ്ട്, ഐഡൻറ്റിറ്റി ഉണ്ട് ടോവിനോന് കാര്യങ്ങളൊക്കെ. ആ ഒരു സാധനം ഭയങ്കര രസമായിരുന്നു. ഒരു ഇത് ഇൻ്റർവ്യൂവിന് മുന്നേ ഉള്ള എൻഗേജിങ് ആയിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. കുറച്ച് കാട്ടിക്കുള്ള വലിച്ചിരുന്ന കാര്യങ്ങളും പിന്നെ ഇതിൽ കുറച്ച് ആൾക്കാർ കൺഫ്യൂസിങ് ഉള്ള സംഭവമാണ്. അത്യാവശ്യം ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലോ ഈ വില്ലനും ആദ്യം സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ സെയിം ആണെന്ന്. ഓവറോൾ നോക്കിയാൽ പടം കൊള്ളാം, കുഴപ്പമില്ല. പിന്നെ തൃശ്ശൂർ നടി മലയാളത്തിൽ വന്ന് ഇങ്ങനെ ഒരു പടം ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ പാത്ത് വാസിൽ മറ്റു പടങ്ങൾ ചെയ്തോ അല്ല ആ ഒരു സംഭവം ഈ ഫിലിം ഇമ്പോർട്ടൻസ് ഇല്ല പുള്ളിക്കാരി. അഭിനയ വയസ്സ് കൊള്ളാം.